ഇശാ മഗ്‌രിബ് ഇടയിലുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട, ഒഴിവാക്കേണ്ട 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നാം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ കാര്യങ്ങൾ നാം തീർച്ചയായും ഈ 5 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചേ മതിയാവൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയത്തിൻ്റെ ശ്രേഷ്ഠതയും ആ സമയത്തുള്ള നമ്മുടെ വീടുകളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന 5 കാര്യത്തെ കുറിച്ചാണ്. 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് വളരെയേറെ പ്രയാസമായിരിക്കും ആ വീട്ടിൽ ഉണ്ടാവുക. പ്രിയമുള്ളവരെ, നമ്മുടെയെല്ലാം ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആവാൻ വേണ്ടി നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്തളം അത് സമാധാനവും സന്തോഷവുമില്ലാത്ത വീടാണ് എങ്കിൽ അത് അസുഖങ്ങളെ കൊണ്ടും സമാധാനം ഇല്ലാത്ത എന്തോ ഒരു ടെൻഷൻ, എന്താണെന്നറിയാൻ പോലും കഴിയാത്ത ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം നമ്മളെ വളരെയേറെ അലസരായിക്കൊണ്ടിരിക്കും. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ആ 1 മണിക്കൂർ സമയം നാം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക ശാരീരിക പ്രയാസങ്ങൾ എല്ലാം വന്നെടുക്കുന്നതാണ്. ആ പറയപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോക്ക് ലൈക്കും സപ്പോർട്ടുമൊക്കെ ആയിക്കൊണ്ട് നിങ്ങൾ തുടർന്നും കാണുക. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വളരെയേറെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു കാര്യം, നിർബന്ധമായും വീട്ടിലുള്ള എല്ലാ ആളുകളും മഗ്‌രിബും ഇശാഉം കൃത്യമായി നിസ്കരിച്ചിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. എല്ലാ നേരത്തുള്ള എല്ലാ 5 വക്ത് നിസ്കാരങ്ങളും വേണം, അത് വേണ്ട എന്നല്ല പറഞ്ഞത്. നമ്മുടെ വിഷയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണെന്ന് പറഞ്ഞതുള്ളൂ. വീട്ടിലുള്ള ഉമ്മമാർ എല്ലാം കഴിയുന്നതും ഇശാഉം മഗ്‌രിബൊക്കെ വീട്ടിലുള്ള പെൺമക്കളെയെല്ലാം കൂട്ടി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീട്ടിലുള്ള ഉപ്പമാർ, മറ്റുള്ള ആൺമക്കൾ ഇവരെല്ലാം കഴിയുന്നവരൊക്കെ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് വീട്ടിൽ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായി പറയുന്നത്, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കളെ ഒരു കാരണവശാലും പുറത്തിറക്കരുത്. ആ ഒരു സമയം എന്ന് പറയുന്നത് വെറും 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഏറിയാൽ 1 മണിക്കൂർ സമയമാണ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഉള്ളത്. ഈ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുഞ്ഞു മക്കളെ ഒരു കാരണവശാലും പുറത്തിറക്കരുത്. ആ സമയം ശപിക്കപ്പെട്ട പിശാച് ചുറ്റി നടക്കുന്ന സമയമാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ശൈത്താന്മാർ ചുറ്റിയടിച്ച് നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയം ആണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ ഒരു കാരണവശാലും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വളർത്തുമൃഗങ്ങൾ, പശു, ആട്, കോഴി എന്ന് വേണ്ട എല്ലാ ജീവജാലങ്ങളും മഗ്‌രിബിൻ്റെ മുൻപ് തന്നെ കൂട്ടിൽ കയറ്റാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ വീടിന് ഐശ്വര്യമാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ വീടിന് ഐശ്വര്യം നഷ്ടപ്പെടും, ബറക്കത്ത് നഷ്ടപ്പെടും. ഇതിനൊക്കെ ഇത് കാരണമാവും. അതുകൊണ്ട് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായിക്കൊണ്ട് നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പുറത്തേക്കുള്ള നമ്മുടെ വാതിലുകളെല്ലാം അടച്ചിരിക്കണം. നമ്മുടെ വീടിൻ്റെ എല്ലാ ജനലുകളും, പുറത്തേക്കുള്ള എല്ലാ ജനലുകളും വാതിലുകളും നാം അടച്ചിരിക്കണം. കാരണം ഒരിക്കൽ പോലും കള്ളം പറയാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഹദീസിൽ പറഞ്ഞതായി കാണാം. ആ സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ആ സമയം ശൈത്താന്മാർ
ഊരി ചുറ്റുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾ നിങ്ങളുടെ വാതിലുകളും ജനലുകളും അടച്ചിടണം എന്നുള്ളത്. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് സമയത്ത് നാം വാതിലുകൾ അടക്കുകയാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലടക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയമാണെങ്കിലും വാതിലടക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന് നാം ചൊല്ലണം. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം വീട്ടിൽ നിന്ന് പുറത്തു പോയി വരുമ്പോഴും വാതിൽ തുറക്കേണ്ടത്. ഈ ദിക്ർ നമ്മുടെ വീട്ടിൽ പതിവാക്കുകയാണെങ്കിൽ ഈ ദിക്റിനെ കുറിച്ച് മഹാന്മാർ പഠിപ്പിച്ചു തന്നതായിട്ട് കാണാം. നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യവും റഹ്മത്തും ബറക്കത്തും ഉണ്ടാവും എന്ന്. പ്രിയമുള്ളവരെ, ഇത് എല്ലാവരും പതിവാക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും ചൊല്ലാനും ശ്രദ്ധിക്കുക. ഇത് നമുക്കൊക്കെ ചൊല്ലാൻ കഴിയുന്ന ചെറിയ ഒരു ദിക്റാണ്. എപ്പോഴും കേട്ട് പഠിക്കാവുന്ന ഒരു ചെറിയ ദിക്റാണ്. അഞ്ചാമതായി കൊണ്ടുള്ള കാര്യം, നമ്മുടെ വീട്ടിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം നിർബന്ധമായും ചെയ്തിരിക്കണം. ഈ പറഞ്ഞ 5 കാര്യങ്ങളും നാം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ.